ഗ്ലോബൽ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം. ശബരിമല വിശ്വാസി സംഗമം അതിനടുത്ത തലത്തിലേക്ക് കയറുകയാണ്. 20-ാം തീയതിയാണ് വിശ്വാസ സംഗമം. 2 മാസം മുമ്പ് അനൗൺസ് ചെയ്തതാണ്. ഹിന്ദു വിശ്വാസികളുടെ ഇടയിൽ നിന്ന് കൂടുതൽ ഗവൺമെൻറ്റിന് കൂടുതൽ സ്വാധീനമുണ്ടാക്കാനും ഹിന്ദു വിശ്വാസികളോടൊപ്പമാണ് ഗവൺമെൻറ് എന്ന് വരുത്തി തീർക്കാനും ശബരിമല വിഷയത്തിൽ വിശ്വാസികളോടൊപ്പം ആണ് എന്നൊക്കെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടും കൂടെയാണ് ഈ വിശ്വാസ സംഗമം നടത്തുന്നത്. നമ്മുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇത് 10-13,000 കോടി രൂപ ആവശ്യമുണ്ട് ശബരിമല ക്ഷേത്രത്തിൻ്റെ വികസനത്തിനായി. അതിനുവേണ്ടി ലോകരാജ്യങ്ങളിലെ അയ്യപ്പ ഭക്തന്മാരുടെ ആഗോളതലത്തിലുള്ള അയ്യപ്പൻ ഭക്തന്മാരുടെയും കൂടി ഒരു സേവനം പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ഇപ്പോൾ വന്നിരിക്കുന്നത് പന്തളം കൊട്ടാരം ഇതിനകത്ത് പങ്കെടുക്കുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പക്ഷേ അതിനകത്ത് 2 കാര്യങ്ങളുണ്ടെന്ന്. ഒന്ന് സാങ്കേതിക കാര്യവുമുണ്ട്, പിന്നെ ഇതിനകത്ത് ബന്ധപ്പെട്ട വിഷയങ്ങളുമുണ്ട്. സാങ്കേതിക കാര്യം എന്ന് പറയുന്നത് അവിടെ പന്തളം കൊട്ടാരവുമായി ബന്ധപ്പെട്ട ഒരു മരണം, അവിടെ ഒരാളിൻ്റെ മരണം സംഭവിച്ചതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് ഈ ബാലായ്മയും പുലിയൊക്കെ ഉണ്ടല്ലോ. നമ്മളെ വീട്ടിൽ മരണം നടന്നാലും 16 ദിവസം നമ്മളെങ്ങും പോകാറില്ല. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളുള്ളത് ഒരു വിഷയം. രണ്ടാമത്തെ വിഷയം, ശബരിമല കേസുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള നിരവധി ആളുകളെ ഒരുപാട് ആളുകളുണ്ട്. ആ കേസ് പിൻവലിച്ചിട്ടില്ല. സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തിട്ടില്ല. ഇപ്പോഴും സ്ത്രീകളെ കയറ്റാം എന്നുള്ള കേരള സർക്കാരിൻ്റെ അഫിഡവിറ്റാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ അത് പിൻവലിച്ചിട്ടില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ ഉള്ളത് കൊണ്ട് ഒരു കാരണവശാലും ശബരിമലയിൽ സംഗമത്തിൽ പങ്കെടുക്കേണ്ട എന്നുള്ള നിലയിലാണ് വന്നിരിക്കുന്നത്. പിന്നെ വിശ്വാസ സംഗമം നടക്കുന്നുണ്ട് 22-ാം തീയതി. അതിലും പങ്കെടുക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പന്തളം കൊട്ടാരം ഇത് രണ്ടിലും പങ്കെടുക്കുന്നില്ല. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട വിഷയം വന്നത് സുപ്രീം കോടതി ഇതിന് അനുവാദം കൊടുക്കുന്നു. പരിസ്ഥിതിക്ക് പ്രശ്നം ഉണ്ടാകുമെന്നോ പമ്പ തീരത്ത് ഇതൊക്കെ നടത്തിയാൽ കുഴപ്പമുണ്ടാകുമെന്നൊക്കെ പറഞ്ഞെങ്കിലും അതൊന്നും സുപ്രീം കോടതി അംഗീകരിച്ചിട്ടില്ല. ഹൈക്കോടതിയിൽ പൊക്കോളൂ. സുപ്രീം കോടതി കൊടുത്തു എന്ന് പറയാം. കേസ് വാദം കേട്ടിട്ട് പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഹൈക്കോടതിയിൽ തീർത്തോളൂ, ഇവിടെ വന്ന് അതിന് വേണ്ടി പ്രശ്നം ഉണ്ടാക്കണ്ട, ഇവിടെ നിന്ന് ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞാൽ കേസ് പിന്നെ മടക്കി. ഇപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. പന്തളം കൊട്ടാരം പങ്കെടുക്കുന്നില്ല എന്നുള്ളതൊരു വലിയ പ്രതിസന്ധി തന്നെയാണ്. കാരണം അതൊരു കൊട്ടാരം പങ്കെടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ അതിൻ്റെ ഒരു മാനം വലുതാകുമായിരുന്നു. ഇത് ശബരിമല വിഷയത്തിൽ പന്തളം കൊട്ടാരം ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്.